സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. വടകര മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഓഫീസും സംഗീത പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും ഗാനരചയിതാവും സംഗീതകാരനുമായ EV വത്സൻ നിർവഹിച്ചു. പുതുതായി ആരംഭിക്കുന്ന ഒരു ഓഫീസ് ഉദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. പുതിയ തലമുറയിലെ കുട്ടികളാണ് കൂടുതലും ഈ പാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പഴയ തലമുറക്കാരെന്ന നിലയിൽ ഈ പരിപാടി, ഈ ഒരു ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ അവരുടെ ക്ഷണപ്രകാരം എത്തിയത്. ഈ സംഗീതത്തെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എന്നേക്കാൾ അറിയുന്നവരാണ് ഇവിടെ കൂടുതലുള്ളത്. പറയുമ്പോൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് രണ്ട് കാര്യം, ഒന്ന് പുസ്തകം വായിക്കുക, മറ്റൊന്ന് പാട്ട് കേൾക്കുക. പക്ഷേ ഞങ്ങളുടെയൊക്കെ കാലത്ത് കാസറ്റാണ്. ഇന്ന് കാസറ്റില്ല, കാസറ്റ് കടയില്ല, CD ഇല്ല, CD ഷോപ്പില്ല, CD പ്ലെയറില്ല. പിന്നെ ഹരിവരാസനം പാടി ഉറക്കാൻ ഗാനഗന്ധർവൻ പാടുന്നില്ല. സുപ്രഭാതം പാടി ഉണർത്തുവാൻ ഭാവഗായകനും പാടുന്നില്ല. ആരൊക്കെയോ പാടുന്നുണ്ട്, ആരൊക്കെയോ കേൾക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ ഇപ്പോൾ പാട്ട് ഒരു ശുഷ്കമായ ഒരു കാലഘട്ടത്തിലാണെന്ന് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയും. കാരണം പുതിയ തലമുറയിലുള്ള കുട്ടികൾ പാട്ടിൻ്റെ മറ്റ് മാർഗങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ പഴയകാല ഗാനങ്ങളാണ്. ഇപ്പോൾ ഈ റിയാലിറ്റി ഷോ എന്നൊക്കെ പറയുന്ന പരിപാടികളിലൊക്കെ പുതിയ കുട്ടികൾ പാടുന്നത് 1975 പാട്ടുകളാണ്, പഴയ പാട്ടുകളാണ് പാടുന്നത്. അന്ന് ആ കുട്ടി ജനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പാട്ട് ജനിക്കുമ്പോൾ കുട്ടി ജനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ കല്യാണം വരെ കഴിഞ്ഞില്ല. ആ കുട്ടിയുടെ 2024 ആ കുട്ടി പഴയകാല ഗാനങ്ങളാണ് പാടുന്നത്. ആ പഴയകാല ഗാനങ്ങൾ പാടാനുള്ള ഒരു മെറ്റീരിയൽസ് അന്നത്തെ പാട്ടുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെയുള്ള പഴയ തലമുറക്കാർ എപ്പോഴും പറയുക, പഴയ തലമുറയിലെ പാട്ടുകളാണ് നല്ലത് എന്ന് പറയാറുണ്ട്. അതൊരു അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. തീർച്ചയായിട്ടും പഴയ സംസ്കാരം നമ്മുടെ പുതിയ സംസ്കാരവുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള യാത്രയായിരിക്കണം ഈ മ്യൂസിക് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ തെളിഞ്ഞ് കാണേണ്ടത് എന്ന് മാത്രമാണ് ഒരു പഴയ തലമുറക്കാരെന്ന നിലക്ക് എനിക്ക് ഇവിടെ പറയാനുള്ളത്. സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഉന്നമനത്തിനായും ക്ഷേമത്തിനായും പ്രവർത്തിക്കുന്ന സംഗീത സ്നേഹികളുടെ സംഘടനയാണ് വടകര മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ. വടകര റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ഓഫീസ്. ഇതിനകം വടകരയുടെ പൊതു സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന സംഘടന കൂടിയാണിത്. കേരളം അഭിമുഖീകരിച്ച സമാനതകളില്ലാത്ത പ്രളയവും കോവിഡ് മഹാമാരിയെയും പ്രതിരോധിക്കുന്നതിൽ വടകരയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രളയ കേരളത്തെ കരകയറ്റാൻ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ 2 വർഷങ്ങളിൽ ഇവർ നടത്തിയ കലാസംഗമം ഏറെ ശ്രദ്ധേയമായിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങളിലെ സംഘാടന പ്രവർത്തനങ്ങളിലൂടെ 10 ലക്ഷം രൂപയോളം സമാഹരിച്ച് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനും കഴിഞ്ഞിട്ടുണ്ട്. സംഗീതജ്ഞരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ സജീവ സാന്നിധ്യമായി സംഘടന പ്രവർത്തിക്കുന്നു. വടകരയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ വടകര മ്യൂസീഷ്യൻ വെൽഫെയർ അസോസിയേഷൻ അവരുടെ ചിരകാല അഭിലാഷമായിരുന്നു ഒരു ഓഫീസ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പല കലാകാരന്മാരും ഇന്ന് അവരുടെ ജീവിതകാലം മുഴുവൻ കലയ്ക്ക് വേണ്ടി ഉപാസിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച് വിസ്മൃതിയിലായി പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ജീവിതത്തിൽ അവസാന കാലങ്ങൾ താങ്ങാവാൻ വേണ്ടിയിട്ട് അവരെ എങ്ങനെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും എന്ന രീതിയിലാണ് വടകര മ്യൂസീഷ്യൻ വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ സനിൽ M, അബ്ദുൾ സലീം, മണലിൽ മോഹനൻ, ഷാജി KG, ശ്രീലത വടകര, സജിത് മണക്കുനി, ദിനേശ് വടകര, സബീഷ് ദ്വാരക തുടങ്ങിയവർ സംസാരിച്ചു. പഴയ തലമുറയിൽപ്പെട്ട ഒരു പാട്ടെഴുത്തുകാരനാണ്. ഒപ്പം പുതിയ തലമുറയിലെ കുട്ടികളാണ് മുന്നിലിരിക്കുന്നത്. മണലിൽ മോഹൻ, പ്രിയപ്പെട്ട ഗായിക ശ്രീലത, അതുപോലെ ക്യാമറമാൻ
അനൂപ്, അതുപോലെയുള്ള എല്ലാ ബന്ധങ്ങളും അവരുടെ എല്ലാം സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഈ ഓഫീസ്, സംഗീത ഓഫീസ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു ദേവിയായി വന്നണഞ്ഞൊരെൻ്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുറഞ്ഞു കിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ.